ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനേ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പമാണ് കേട്ടോ. ഇടിയപ്പം, അതിന് വേണ്ടിയിട്ടുള്ള ഇലയാണ് ഞാൻ ഈ എടുക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ. ഇല എടുത്തു, ഒന്ന് കണ്ടു വാഴയില. ഒരു കപ്പളങ്ങ പഴുത്ത് കിടപ്പുണ്ട്, നമുക്കതും കൂടെ ഒന്ന് പൊട്ടിക്കാം. അപ്പം നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഇലയിലാണ് അത് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഒരു ഇല എടുത്തിട്ട് ആ ഇലയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് തേച്ചിട്ട് വെളിച്ചെണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോണത് കണ്ടോണേ, കുറച്ച് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് ഇതിൻ്റെ 4 മൂലയ്ക്കും ഇങ്ങനെ ഒന്ന് വയ്ക്കും. പിന്നെ വെള്ളം മുക്കി നമ്മളിത് ഇങ്ങനെ ഒന്ന് വെക്കും. ഇതിങ്ങനെ ഒന്ന് കിട്ടാൻ ഇച്ചിരി പാടാ, നേരായ രീതിയിൽ ഇങ്ങനെ ഒന്ന് ഇരിക്കാൻ ഇച്ചിരി. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മറ്റേ നമ്മുടെ ഇഡലിച്ചെമ്പിൻ്റെ തട്ടേ വെച്ച് നൂൽപുട്ടുണ്ടാക്കുന്നതും അതിൻ്റെയും ഇതിൻ്റെയും മാവ് സെയിം ആണ് കേട്ടോ. പക്ഷേ ഇത് ഇലയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നു, അത് നമ്മൾ ഇഡലിച്ചെമ്പിൻ്റെ തട്ടയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നു. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതങ്ങോട്ട് നമ്മൾ അപ്പച്ചെമ്പിൻ്റെ തട്ടേ വെച്ച് അങ്ങോട്ട് പുഴുങ്ങി കഴിയുമ്പോഴത്തേക്കിന് ഈ ഇലയുടെ ആ ഒരു മണവും ടേസ്റ്റും അതൊക്കെയും കൂടെ അങ്ങോട്ട് വരും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഉണ്ടാക്കാൻ ഇച്ചിരി താമസമാണെന്നേ ഉള്ളൂ. ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇത് തന്നെ ഉണ്ടാക്കുള്ളൂ. ഇനി ഞാൻ ഇത് കണ്ടോ, തേങ്ങ, ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് ഇത് ഇളക്കി വെച്ചിരിക്കുന്നതാണ്. ആ തേങ്ങ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കും. നല്ലതുപോലെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് തേങ്ങ നല്ലതുപോലെ ഒന്ന് ഞെരടി ഇങ്ങനെ വെക്കുവേ. ഇടിയൊരലിനകത്ത് ഇത് ഞാൻ മാവ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തേതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അത് ഇങ്ങനെ ഓരോ കട്ടയുടെ മുകളിലോട്ട് ഇങ്ങനെ വെക്കും. പിഴിഞ്ഞൊഴിക്കും ഇങ്ങനെ. ഇത്തിരി കട്ടിയിൽ പറ്റത്തില്ല, കുറച്ച്. ഓക്കെ, ഇത്രയും ചെയ്യത്തുള്ളൂ, ഇത്രയും ചെയ്യും. ഇനി നമ്മുടെ അപ്പച്ചെമ്പ് അതിൻ്റെ തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതിങ്ങനെ എടുത്ത് വയ്ക്കും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് പുഴുങ്ങിയെടുക്കും. പൊള്ളുന്നുണ്ടല്ലോ, വേവട്ടെ കേട്ടോ, നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇടിയപ്പം വെന്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇടിയപ്പം. അപ്പോൾ ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ അപ്പമാണ്.
നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നൂൽപുട്ട് പോലല്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.